അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഒരിക്കൽ യൂനുസ് നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനോട് ഒരഭ്യർത്ഥന നടത്തുകയുണ്ടായി. എന്തായിരുന്നു അഭ്യർത്ഥന എന്ന് ചോദിച്ചാൽ, ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ ആബിദായ മനുഷ്യനെ എനിക്ക് പരിചയപ്പെടുത്തി തരണമെന്നായിരുന്നു യൂനുസ് നബി അലൈഹിസ്സലാം അപേക്ഷിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം യൂനുസ് നബിയെയും കൂട്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് പോയി. ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അയാൾക്ക് 2 കാലുകളില്ല, മുറിഞ്ഞു പോയിരുന്നു. ഒരു കുഷ്ഠരോഗിയായിരുന്നു അയാൾ. അയാളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം യൂനുസ് നബിയോട് പറഞ്ഞു, ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ ഇബാദത്തുകാരൻ ഈ മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: അള്ളാഹുവേ, നീ ആഗ്രഹിച്ചിരുന്ന സമയത്ത് എൻ്റെ കൈകാലുകൾ കൊണ്ട് എനിക്ക് ഉപകാരം കിട്ടി. നീ ആഗ്രഹിക്കാത്തത് കൊണ്ട് എൻ്റെ കൈകാലുകൾ എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ പോലും നിന്നിലുള്ള ആശയും പ്രതീക്ഷയും വിശ്വാസവും ഇപ്പോഴും നീ എന്നിൽ ഇല്ലാതാക്കിയില്ല. മഹത്തായ ആ അനുഗ്രഹത്തിന് നിന്നോട് ഞാൻ നന്ദി പറയുന്നു, നിന്നെ വാഴ്ത്തുന്നു. എനിക്ക് നീ തന്ന ഈ ക്ഷമിക്കാനുള്ള ശക്തി നിലനിർത്തി തരണമേ എന്നാണ് ആ 2 കൈയും കാലും ഇല്ലാത്ത കുഷ്ഠരോഗിയായ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം മലക്കിനോട് പറഞ്ഞു, എനിക്ക് കാണേണ്ടത് ഇയാളെ അല്ല, എനിക്ക് കാണേണ്ടത് ഏറ്റവും കൂടുതലായി നിസ്കരിക്കുകയും ധാരാളമായി നോമ്പ് നോൽക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യനെയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇയാൾ ഇപ്പം ഇങ്ങനെ ക്ഷീണിതനും അവശനുമൊക്കെ ആണ് എന്ന് നിങ്ങൾ നോക്കണ്ട. അയാൾക്ക് രോഗം ബാധിച്ച് കൈകാലുകൾ മുറിഞ്ഞപ്പോഴും അയാൾ ഈ പരീക്ഷണങ്ങൾ അയാൾക്ക് വരുന്നതിൻ്റെ മുമ്പ് അയാൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുകയും ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ അയാൾ ഇപ്പോഴും ഒരു പൊറുതികേടും കാണിക്കാതെ സഹിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇയാളെ പരീക്ഷിക്കാൻ വേണ്ടി കുഷ്ഠരോഗിയാക്കിയപ്പോഴും രോഗത്താൽ കൈകാലുകൾ മുറിഞ്ഞപ്പോഴും എൻ്റെ രോഗം മാറ്റിത്തരണമെന്നോ കൈകാലുകൾ തിരിച്ചു തരണമെന്നോ ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല. എനിക്ക് സഹനശക്തി തരണമേ റബ്ബേ എന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നൽകുന്നതെല്ലാം പൊരുത്തപ്പെട്ട് സഹിച്ച് വിധിയിൽ ക്ഷമിച്ച് ജീവിക്കുന്ന ഇയാൾ തന്നെയാണ്
ഏറ്റവും വലിയ ആബിദായ മനുഷ്യൻ. ഇതും പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. യൂനുസ് നബിയെ, മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇങ്ങോട്ട് നോക്കൂ. ഇയാളുടെ 2 കണ്ണും പൊട്ടിച്ച് കളയാനാണ് ഇപ്പോൾ അള്ളാഹു കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം അയാളുടെ കണ്ണുകൾക്ക് നേരെ ഒന്ന് ചൂണ്ടി. ഉടനെ അയാളെ 2 കണ്ണും പൊട്ടിപ്പോയി. യൂനുസ് നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ്, അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. കൈകാലുകളും കണ്ണുകളും നഷ്ടപ്പെട്ട കുഷ്ഠരോഗിയായ മനുഷ്യൻ യാതൊരു പൊറുതികേടും കാണിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവെ, നീ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് ഉപകാരം തന്നു. നീ ആഗ്രഹിക്കാത്തത് കൊണ്ടത് പൊട്ടിച്ച് കളയുകയും ചെയ്തു. നിൻ്റെ ആഗ്രഹം എന്തായാലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്. നിന്നിലുള്ള എൻ്റെ പ്രതീക്ഷയ്ക്ക് നീ കോട്ടം വരുത്താത്തതിൽ ഞാൻ സന്തോഷിക്കുകയും നിന്നോട് നന്ദി കാണിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആ രോഗിയോട് പറഞ്ഞു, വരൂ, എൻ്റെ കൂടെയുള്ളത് യൂനുസ് നബിയാണ്. നമുക്ക് 3 പേർക്കും കൂടി നിങ്ങളുടെ കൈകാലുകളും കണ്ണുകളൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. രോഗി കൂട്ടാക്കുന്നില്ല. അയാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെയും ഇഷ്ടം. അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴടങ്ങുന്നതിലാണ് എൻ്റെ സന്തോഷം നിലകൊള്ളുന്നത്. ക്ഷമാശാലികളുടെ പ്രതിഫലമാണ് ഏറ്റവും വലിയ പ്രതിഫലം. അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണല്ലോ. ഇത് കേട്ട് യൂനുസ് നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, ഇതേ ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഇദ്ദേഹത്തെക്കാൾ വലിയ മറ്റൊരു ആബിദ് വേറെയില്ല എന്ന് തീർച്ച. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിലേക്ക് എത്താനും അവൻ്റെ തൃപ്തി നേടാനും ഇതിനേക്കാൾ നല്ല മാർഗം വേറെയില്ല. ഇങ്ങനെ ക്ഷമിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലും ഒരുപാട് ആളുകളുണ്ട്. അവർ മറ്റുള്ളവരവർക്ക് എന്തൊക്കെ സൗജന്യങ്ങളും എന്തൊക്കെ ഓഫർ ചെയ്താലും അവർ പറയും, വേണ്ട വേണ്ട വേണ്ട. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും പൈസയോ മറ്റോ കടം കൊടുത്ത് സഹായിക്കാമെന്ന് വിചാരിച്ചാലും അവർ പറയും, എനിക്കത് ആവശ്യമില്ല. അങ്ങനെയുള്ള പലരെയും നമ്മുടെ ജീവിതത്തിലും നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. ഇവരാണ് യഥാർത്ഥ ആബിദീങ്ങൾ, ഇവരാണ് യഥാർത്ഥ മഹത്തുക്കൾ. അത്തരം ഗണത്തിലേക്ക് അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.